രാത്രി 10 മണിയായപ്പോൾ അപ്പച്ചിയുടെ വീട്ടിൽ വന്ന അവരുടെ സഹോദരൻ്റെ മകൻ. അവൻ വീട്ടിൽ നിന്നും വഴക്കിട്ടാണ് വന്നതെന്നും അതുകൊണ്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യുകയാണെന്നും അവരോട് പറയുന്നു. ഇത് കേട്ട അവൻ്റെ അപ്പച്ചി അവൻ ഉടുത്തുമാറാൻ മുണ്ടെടുക്കാൻ മേളിലത്തെ നിലയിലേക്ക് പോയി. തിരിച്ച് മുണ്ടും കൊണ്ട് താഴെ വന്ന അവരവിടെ കണ്ട ആ കാഴ്ചയിൽ അലറി വിളിച്ചു. എന്താണ് അവരവിടെ കണ്ട ആ കാഴ്ച? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. 2013 ഓഗസ്റ്റ് 29 കോട്ടയത്തെ എരുമേലി പഞ്ചായത്തിലുള്ള പഴയിടം എന്ന ചെറിയ ഗ്രാമം. അവിടെ തീൻപനാൻ എന്ന വീട്ടുപേരുള്ള ഒരു 2 നില വീടുണ്ട്. PW വർക്ക് സൂപ്രണ്ടായി റിട്ടയർഡായ 76 വയസ്സുള്ള ഭാസ്കരൻ നായരും KSBയിൽ നിന്നും റിട്ടയർഡായ അയാളുടെ ഭാര്യ 69കാരി തങ്കമ്മയും മാത്രമാണ് ആ വീട്ടിൽ താമസം. ഈ ദമ്പതികൾക്ക് 2 പെൺമക്കളാണുള്ളത്. 2 പേരും വിവാഹം കഴിച്ച് ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് താമസം. എന്നിരുന്നാലും ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരികയും ഭാസ്കരൻ നായരും തങ്കമ്മയും മക്കളുടെ അടുത്ത് പോയി സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാലും പഴയിടം തീൻപനാൽ വീട്ടിൽ ഭാസ്കരൻ നായരും തങ്കമ്മയും മാത്രമേ മിക്കപ്പോഴും ഉണ്ടായിരിക്കുകയുള്ളൂ. 2013 ഓഗസ്റ്റ് 29 രാവിലെ മക്കൾ അച്ഛനമ്മമാരെ ഫോൺ വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല. പല തവണ വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ഇതോടെ ഭയപ്പെട്ട മക്കൾ അയൽവാസികളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഒന്ന് അച്ഛനമ്മമാരെ പോയി നോക്കാൻ പറയുകയാണ്. ഇതിനിടയിൽ അവിടെ പാല് കൊണ്ടു കൊടുക്കാൻ പോയ ഒരു പെൺകുട്ടിയുടെ നിലവിളി തീരുവനാൽ വീട്ടിൽ നിന്നും ഉയർന്നു. ആ വിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അവിടെ കാണുന്നത് ഭാസ്കരൻ നായരും ഭാര്യ തങ്കമ്മയും വളരെ ക്രൂരമായ നിലയിൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ്. വിവരമറിഞ്ഞെത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈം സീനിൽ പരിശോധന തുടങ്ങി. 2 പേരുടെയും ബോഡി ലിവിംഗ് റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. ഇവരുടെ തലയുടെ പിൻഭാഗത്ത് എന്തോ ഭാരമേറിയ വസ്തു കൊണ്ട് അടിച്ച് ചതച്ചിട്ടുണ്ട്. മുഖമാണെങ്കിൽ വികൃതമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ശരീരത്തിൽ ആകമാനം മഞ്ഞൾപ്പൊടിയും മൈദയൊക്കെ ഇങ്ങനെ വിതറിയിട്ടുണ്ട്. ഡെഡ് ബോഡിക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ ഒരു വാക്കത്തിയും ചുറ്റികയും പോലീസിന് കിട്ടി. തങ്കമ്മയുടെ ശരീരത്തിൽ നിന്നും അവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുമില്ല. മോഷണ ശ്രമമാണ് പോലീസ് ഇതിൽ മോട്ടീവായിട്ട് കണ്ടത്. എന്നാൽ തങ്കമ്മയുടെ ആഭരണങ്ങൾ എടുക്കാതെ വച്ചത് കില്ലർ കേസ് കുഴപ്പിക്കാൻ ചെയ്തതെന്ന് പോലീസിന് മനസ്സിലായി. 2013 ഓഗസ്റ്റ് 28 പഴയിടം ഗ്രാമത്തിൽ നടന്ന വൈകുന്നേരത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിലൊക്കെ പങ്കെടുത്ത് രാത്രിയോടെയാണ് ഭാസ്കരൻ നായരും ഭാര്യയും വീടെത്തിയത്. അതിനുശേഷമാണ് ഈ ക്രൂര കൊലപാതകം അവിടെ നടന്നിരിക്കുന്നത്. രാത്രി 9:30 11 ഇടയ്ക്കാണ് ഈ സംഭവം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഭാസ്കരൻ നായർ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിന്റെ പ്രവർത്തനം നിലച്ച സമയവും അതിന് ശരിവെക്കുന്നു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ക്രൈം സീനിലെത്തി തെളിവുകളൊക്കെ ശേഖരിച്ചു. പോലീസിനായും സ്ഥലത്തെത്തിച്ചു. അന്ന് കോട്ടയം ഡോഗ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന സെൽമ എന്ന നായയാണ് അവിടെ വന്നത്. ക്രൈം സീനിൽ നിന്നും മണം പിടിച്ച് ഓടിയ സെൽമ തൊട്ടടുത്തുള്ള വാളക്കയം ജംഗ്ഷനിലാണ് ഓട്ടം ചെന്ന് നിർത്തിയത്. ഇതിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റിയത് കില്ലർ കൊലപാതകം നടത്തി വാളക്കയം ജംഗ്ഷനിലെത്തി മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടിരിക്കാം എന്നാണ്. അന്യസംസ്ഥാനത്തുള്ള കവർച്ചാ സംഘത്തിനെയാണ് പോലീസ് ആദ്യം ഉന്നം വെച്ചത്. പിന്നീട് മരിച്ചവരുടെ ബന്ധുക്കളെയും അയൽവാസികളെയും എല്ലാം പോലീസ് ചോദ്യം ചെയ്തു. ഇവർക്ക് പറയത്തക്ക ശത്രുക്കൾ ആരും തന്നെ ഉണ്ടായില്ല. എന്നാൽ ഇവരുടെ ചില സാമ്പത്തിക ഇടപാടുകളാണോ ഇവരുടെ കൊലയ്ക്ക് കാരണമെന്നുള്ള സംശയം അവിടെ ഇങ്ങനെ പടർന്നു. ഈ സംശയങ്ങൾ ഒടുവിൽ ദമ്പതികളുടെ മരുമക്കളിലേക്കും വിരൽ ചൂണ്ടി. സംശയത്തിന്റെ നിഴലിൽ നിന്ന് എല്ലാവരുടെയും വിശദമായ മൊഴി പോലീസ് എടുത്തുവെങ്കിലും ഒന്നും കൊലപാതകയെ കണ്ടുപിടിക്കുന്നതിന് തുണയായില്ല. വിരലടയാള വിദഗ്ധരായ KR ശൈലജയും ജോസ് ടി ഫിലിപ്പും ക്രൈം സീനിൽ നിന്നും നിർണായകമായ ഒരു വിവരം കണ്ടെത്തി. കൊലപാതകയുടെ ഫിംഗർ പ്രിന്റ് ആയിരുന്നു അത്. കില്ലർ വീട്ടിൽ കയറുന്നതിന് മുൻപ് ഊരി മാറ്റിവെച്ച ബൾബിൽ നിന്നുമാണ് ആ കില്ലറിന്റെ ഫിംഗർ പ്രിന്റ് അവർക്ക് കിട്ടിയത്. അന്നത്തെ കാഞ്ഞിരപ്പള്ളി DYSP ആയിരുന്ന S സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. മണിമല CA അശോക് കുമാറും ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ടായിരുന്നു. നാളുകൾ കടന്നുപോയിട്ടും പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ മരിച്ചവരുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങി. ഇതോടെയാണ് ക്രൈംബ്രാഞ്ചും ഇൻവോൾവ് ആവുന്നത് ഈ കേസിൽ. അങ്ങനെ പോകവേ ഈ ഇരട്ട കൊലപാതകം നടന്ന് 21 ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2013 സെപ്റ്റംബർ 19 ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ്.
അന്ന് കോട്ടയം കഞ്ഞിക്കുഴിയിൽ വെച്ച് ഒരു വഴിയാത്രക്കാരിയുടെ മാല ഒരുത്തൻ പൊട്ടിച്ചെടുത്തുകൊണ്ട് ഓടുന്നു. അവനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ കൊടുത്തു. അവൻ്റെ പേര് അരുൺ ശശി. അരുണിനെ കണ്ട് പോലീസ് ഒന്ന് ഞെട്ടി. കാരണം പഴയടം ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിൻ്റെ അന്വേഷണം ഊർജിതമല്ല എന്നും പറഞ്ഞ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിൽ മുൻപന്തിയിൽ നിന്നവനാണ് ഈ അരുൺ. മാത്രവുമല്ല മരിച്ച തങ്കമ്മയുടെ സഹോദരപുത്രനുമാണ് ഇയാൾ. തീൻബെൻലാൽ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് അരുണും താമസിച്ചിരുന്നത്. BSc കെമിസ്ട്രി ബിരുദധാരിയാണ് അരുൺ. നാട്ടിൽ നല്ല ജനസമ്മതിയുള്ള ചെറുപ്പക്കാരൻ. ഇങ്ങനെയുള്ളവനാണ് മാലമോഷണ കേസിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പോലീസിന് എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എന്തൊക്കെയോ പൊരുത്തക്കേട് അരുണിലേക്ക് തോന്നുകയാണ്. അരുണിനെ തിരിച്ചും മറിച്ചുമൊക്കെ ചോദ്യം ചെയ്തെങ്കിലും അവൻ മാലമോഷണത്തിനെ പറ്റി അല്ലാതെ യാതൊന്നും പറഞ്ഞില്ല. എന്നാൽ അരുണിൻ്റെ വാദങ്ങളെല്ലാം അധികം താമസിയാതെ പൊളിഞ്ഞു. ബൾബിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിൻ്റ് അരുണിൻ്റേതാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെയാണ് പഴയടം ഇരട്ടക്കൊലപാതകത്തിൻ്റെ ചുരുളഴിയാൻ തുടങ്ങിയത്. സംഭവം ഇങ്ങനെയാണ്. ബാംഗ്ലൂരിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന അമ്മയ്ക്കൊപ്പമാണ് അരുൺ വർഷങ്ങളായി താമസിച്ചിരുന്നത്. വളരെ കാലത്തിന് ശേഷമാണ് അരുൺ പഴയടം ഗ്രാമത്തിലെത്തുന്നത്. ബാംഗ്ലൂരിൽ ആർഭാട ജീവിതം നയിച്ച അരുൺ ഇവിടെയും ആ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനായിട്ട് അവൻ പണം വാരിക്കോരി ചിലവാക്കി. ഉണ്ടായിരുന്ന ഒരു കാറ് ആക്സിഡൻറ്റിൽ തകർന്നു. അതോടെ പുതിയൊരു കാറ് വാങ്ങാനായി അരുൺ ശ്രമം തുടങ്ങി. അതിന് ലക്ഷങ്ങൾ വേണം. അതിനായി അവൻ തിരഞ്ഞെടുത്ത വഴി അധ്വാനമല്ല, മറിച്ച് മോഷണമായിരുന്നു. പഴയടം കൊലപാതകത്തിന് 3 മാസം മുൻപാണ് അരുണിൻ്റെ ആദ്യ മോഷണ ശ്രമം അവൻ ആ നാട്ടിൽ നടത്തിയത്. അതിന് അവൻ്റെ അച്ഛൻ്റെ മറ്റൊരു സഹോദരിയുടെ മാല ഉൾപ്പെടെ കോട്ടയം ജില്ലയിലെ പല മോഷണങ്ങളും അവൻ നടത്തി. എന്നിട്ടും അവന് കാറ് വാങ്ങാൻ പണം തികഞ്ഞില്ല. വീട്ടിൽ നിന്നും കാശ് കിട്ടില്ല എന്ന് ഉറപ്പായ അവൻ പിതൃസഹോദരിയായ തങ്കമ്മയോടും ഭാസ്കരൻ നായരോടും പണം ചോദിച്ചു. സ്വന്തം മകനെ പോലെയാണ് ഇവർ അരുണിനെ കണ്ടിരുന്നത്. അരുണും എന്താവശ്യത്തിനും ഇവർക്ക് സഹായകമായിരുന്നു. അതിനെല്ലാം ഭാസ്കരൻ നായർ അരുണിന് പണം കൊടുക്കുകയും ചെയ്തിരുന്നു. 2 പെൺമക്കളെയും കെട്ടിച്ചയച്ച് ബാധ്യതകളെല്ലാം തീർത്ത ഈ ദമ്പതികളുടെ കയ്യിൽ ഇനിയും ധാരാളം സ്വർണവും പൈസയൊക്കെ ഉണ്ടെന്ന് അരുണിനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിക്കുന്ന മോഡൽ കാറ് വാങ്ങാനായി 1 കോടി രൂപയാണ് അവൻ ഇവരോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതൊരു വളരെ വലിയ തുകയായതുകൊണ്ട് പണം തരാൻ പറ്റില്ല എന്ന് ഭാസ്കരൻ നായർ പറഞ്ഞു. ഇത് അവനിൽ കടുത്ത പകയുണ്ടാക്കി. ഇവരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും പണവും സ്വർണവും കൈക്കലാക്കണമെന്ന് അരുൺ ഉറപ്പിച്ചു. സംഭവം നടക്കുന്ന രാത്രി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കഴിഞ്ഞ് ഈ ദമ്പതികൾ വീട്ടിലെത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അരുൺ ശശിയും എത്തി. സ്വന്തം വീട്ടിൽ നിന്നും വാക്കത്തിയും ചുറ്റികയും എടുത്ത് ബൈക്കിൽ വന്ന അരുൺ ഭാസ്കരൻ നായരുടെ വീടും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മാറി ബൈക്ക് ഒതുക്കി. ശേഷം നടന്ന് തീൻബെൻലാലിൽ എത്തി. ആ വീട്ടിലെ ടെലിഫോൺ ലൈൻ ആദ്യം അവൻ കട്ട് ചെയ്തു. പുറകിലെ ബൾബ് ഊരി മാറ്റുകയും ചെയ്തു. അതിനുശേഷം പൈപ്പ് ലൈൻ വഴി ടെറസിൽ കയറാൻ ശ്രമിച്ചെങ്കിലും പൈപ്പിൻ്റെ ക്ലാമ്പ് ഇളകി വന്നതോടെ അരുൺ ആ പ്ലാൻ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. പിന്നീട് അവൻ മുൻവാതിലിൽ കൂടി തന്നെ വീട്ടിൽ കയറാൻ തീരുമാനിച്ചു. വീടിന് മുന്നിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്ന തങ്കമ്മയോട് ഞാൻ അമ്മയോടൊന്ന് പിണങ്ങി വന്നതാണ്, അതുകൊണ്ട് ഇന്ന് ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അകത്ത് കയറി അരുൺ സോഫയിലിരുന്ന് TV കാണുകയായിരുന്ന ഭാസ്കരൻ നായരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഉടുത്തുമാറാനുള്ള മുണ്ടെടുക്കാൻ മുകളിലത്തെ നിലയിലേക്ക് തങ്കമ്മയും പോയി. അപ്പോഴാണ് TVയുടെ സൗണ്ട് ഉച്ചത്തിൽ വച്ചിരിക്കുന്നത് ആ സ്ത്രീ ശ്രദ്ധിച്ചത്. മുണ്ടുമായി താഴേക്ക് വന്ന് അവർ കാണുന്നത് ഭാസ്കരൻ നായർ ചോരയിൽ കുളിച്ച് തറയിൽ കിടന്ന് പിടയുന്നതാണ്. ഇത് കണ്ട് അലറി വിളിച്ച അവരെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് തറയിലിട്ട് വാക്കത്തി ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ച് കൊന്നു. ഇവരുടെ വിളി പുറത്ത് കേൾക്കാതിരിക്കാനാണ് ഇവൻ നേരത്തെ TV ഉച്ചത്തിൽ വച്ചത്. ക്രൈം സീനിൽ നിന്നും തെളിവുകൾ ലഭിക്കാതിരിക്കാൻ മൃതദേഹങ്ങൾക്ക് മുകളിലും പല സ്ഥലങ്ങളിലും മഞ്ഞൾപ്പൊടിയും മൈദയും സോപ്പ് പൊടിയും ഒക്കെ വിതറി. അലമാരയിലെ പണവും ആഭരണങ്ങളും ഒക്കെ ഇവൻ കൈക്കലാക്കി. കൊലപാതകത്തിന് ശേഷം 3 മണിക്കൂറോളം അരുൺ ആ വീട്ടിലുണ്ടായിരുന്നു. ശേഷം ബൈക്കെടുത്ത് ദൂരെയുള്ള പുഴയിൽ പോയി വസ്ത്രങ്ങളെല്ലാം പുഴയിൽ കളഞ്ഞു. എന്നിട്ട് ശരീരത്തിലെ ചോരയൊക്കെ കഴുകി കളഞ്ഞ ശേഷം വീട്ടിൽ പോയി സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം മരണമറിഞ്ഞ് ആദ്യം ഓടിയെത്തിയതും അരുണായിരുന്നു. പോലീസിനെ സഹായിക്കാനും മീഡിയാസിന് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അരുൺ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. നടപടികളെല്ലാം പൂർത്തിയായ ശേഷം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വീട്ടിലെ ചോര കഴുകിക്കളഞ്ഞതും വീട് വൃത്തിയാക്കിയതുമെല്ലാം അരുണായിരുന്നു. എന്നാൽ സെൽമ എന്ന നായയെ കൊണ്ടുവന്നപ്പോൾ അരുൺ അവിടെ ഉണ്ടായിരുന്നില്ല. അതാരും അരുൺ ശ്രദ്ധിച്ചതുമില്ല.
അരുണാണ് ചില ബന്ധുക്കളെ സംശയമുണ്ടെന്നും ദമ്പതികളുടെ മരുമക്കളെ സംശയമുണ്ടെന്നും എല്ലാം പോലീസിനോട് പറയുന്നത്. പോലീസിൻ്റെ സംശയത്തിൻ്റെ വിദൂരത്തിൽ പോലും അരുൺ അപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കഞ്ഞിക്കുഴിയിലെ മാലമോഷണ കേസോടെയാണ് അരുൺ പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ വരുന്നത്. അരുണിന് തെളിവ് നശിപ്പിക്കാനും ഒക്കെയുള്ള പ്രചോദനം കിട്ടിയത് ഹോളിവുഡ് ക്രൈം മൂവീസ് ആയിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ മദ്യത്തിൽ കഴുകി സൂക്ഷിച്ചതും ആ ഒരു ക്രൈം സീനിൽ മൈദയും മഞ്ഞൾപ്പൊടിയും വിതറിയതും എല്ലാം സിനിമയിൽ നിന്നുമാണ് കണ്ടതെന്ന് അരുൺ പിന്നീട് മൊഴി നൽകി. കൊലപാതകം നടന്ന് 10 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി വന്നത്. വൃദ്ധദമ്പതികളെ സംരക്ഷിക്കാൻ അവരെ കൊല ചെയ്തതെന്നും പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്നും പറഞ്ഞ് കോടതി അരുണിന് വധശിക്ഷ വിധിച്ചു. പഴയടം ഇരട്ട കൊലപാതകം നടക്കുന്ന സമയത്ത് കോട്ടയത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഷാഹി കബീർ ഫിംഗർ പ്രിന്റ് യൂണിറ്റിനെ സഹായിക്കാൻ അന്ന് ഈ പഴയടം വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് ജോസഫ് സിനിമയുടെ തിരക്കഥ എഴുതിയത്. പഴയടം കൊലപാതകത്തിൻ്റെ റെഫറൻസിൽ നിന്നുമാണ് സിനിമയുടെ തുടക്കം തന്നെ ഉള്ളത്. വധശിക്ഷയിൽ വിധിക്കപ്പെട്ട അരുൺ ഇന്നും ജയിലിലാണ്. ഈ വധശിക്ഷ നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന് കണ്ടിരുന്ന് തന്നെ കാണണം. എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.